നമുക്ക് ഒരാളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? അവിടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ വഴക്കില്ല, അസ്വസ്ഥതയില്ല, ബഹളമില്ല, യാതൊരു കാരണവശാലും യാതൊരു അസ്വസ്ഥതയില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ദേഷ്യപ്പെടുന്നുണ്ട്, വഴക്കുണ്ടെങ്കിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. രണ്ട് കുട്ടികൾ, ഒരമ്മയുടെ രണ്ട് മക്കൾ, ഈ രണ്ട് മക്കളും അമ്മയിൽ നിന്ന് പ്രസവിച്ചത് കൊണ്ട് ബന്ധം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. രണ്ടുപേരും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിച്ചതാണ്. പക്ഷേ ഇവർ ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരും തിരിച്ചറിയണം. ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് അനുഭവത്തിൽ തിരിച്ചറിയണം ബന്ധം. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒരു അമ്മയുടെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കഥയുമില്ല. മനസ്സിലായോ? ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറേ നാൾ നടന്നു. എൻ്റെ സഹോദരങ്ങളെന്ന് ഒരു കഥയുമില്ലെന്ന് മനസ്സിലായി. വെറുതെ പാഴ് പരിപാടിയാണ്. ബന്ധമുണ്ടെങ്കിൽ അവിടെ മനോഹരമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ കേൾക്കും, പറയുന്നത് പരസ്പരം തിരിച്ചറിയും. അതാണ് ബന്ധം. അല്ലാണ്ട് ഒരമ്മയ്ക്ക് പെറ്റവരാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ തിരിച്ചറിയും, അവിടെ പരസ്പരം സഹകരണം ഉണ്ടാവും. മറ്റാളുടെ വേദന എൻ്റെ വേദനയാവും, അതിന് പരിഹാരവും ഉണ്ടാവും. അല്ല വേദനിച്ചിരിക്കുകയല്ലേ എന്ന്. മറ്റാളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാവും. മനസ്സിലായി? അതിന് പരിഹാരം അവിടെ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അവിടെ ഐക്യം ഉണ്ടാവും. ബന്ധമുണ്ടെങ്കിൽ ഐക്യം ഉണ്ടാവും, വഴിയും ഉണ്ടാവും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്തടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. അതിനോട് വേറെ യാതൊരു കാര്യമില്ല. ഇപ്പം നല്ല ബന്ധമാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, അവിടെ ജീവൻ്റെ ഭാഗത്ത് ബന്ധമുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ പറ്റും. അയാൾ സമാധാനത്തിൽ അയാളുടെ വഴിക്ക് പോകും. എന്താണ് അവിടുത്തെ ആവശ്യം, അത് വൃത്തിയായിട്ട് നടക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതാണ് ശരിക്കുള്ള ബന്ധം.